സേ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ചില പ്രസ്ഥാനങ്ങളിലും ചില വീടുകളിൽ ചെന്നാൽ വിളക്ക് കത്തിപ്പ് ചെയ്യുന്ന ആ ഒരു ലക്ഷണസ്ഥിതി യഥാർത്ഥത്തിൽ സ്ഥാനത്താണോ എന്ന് ചോദിച്ചാൽ, ഈ കന്നിമൂല ഭാഗങ്ങളിലെ വിളക്ക് കത്തിപ്പ് അതിനൊരു നിയമവ്യവസ്ഥയില്ല യഥാർത്ഥത്തിൽ. അത് അറിഞ്ഞുകൂടാതെ ആളുകൾ ചെയ്ത് അത് കണ്ട് മറ്റുള്ള വ്യക്തികളും ചെയ്ത് മുമ്പോട്ട് പോകുന്നതല്ലാതെ അതിനെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാൻ പോലും ഇവരാരും ശ്രമിക്കുന്നില്ല. കന്നിമൂല ഭാഗം വാസ്തുപുരുഷൻ്റെ ശിരസ് ഭാഗമാണ്. അത് യഥേഷ്ടം ആ ശിരസ് ഉയർത്തി വെക്കുന്നത് പോലെ തന്നെ ആ ഭൂമിക്കായാലും ആ റൂമിനകത്തായാലും അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിനകത്തായാലും ഒരു പോസിറ്റീവ് എനർജി നമുക്കുണ്ടാകത്തതേ ഉള്ളൂ. ഈ പോസിറ്റീവ് എനർജി ഉണ്ടാകുന്ന സ്ഥലത്താണ് ഈ ഭക്തിമാർഗം ചെയ്ത് നെഗറ്റീവ് ആകുന്നത്. അത് നമ്മുടെ ശിരസിൻ്റെ മുകളിൽ നമ്മളൊരു തിരി കത്തിച്ച് വെച്ചാലുള്ള അവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിച്ച് നോക്ക്. അല്ലെങ്കിൽ ഒരു കർപ്പൂരം കത്തിച്ച് വെച്ചാലൊരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ എങ്ങനെ അവിടെ മെഴുകുതിരി ഉണ്ടാകും? പിന്നെ എങ്ങനെ അവിടെ ഐശ്വര്യങ്ങൾ വർദ്ധിക്കും? ഉള്ളതെല്ലാം നശിച്ചു പോകുന്നതല്ലാതെ മറ്റ് പുതുതായിട്ടൊന്നും ഉണ്ടാകത്തില്ല. ഈ ഓരോ പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെ വീഡിയോയിലായാലും ഞാൻ കണ്ടിട്ടുണ്ട്, ഇവരാരും ഇത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നതുമില്ല. കൃത്യമായിട്ട് പറയുന്ന ഒരു വീഡിയോ ഞാൻ ഈ അടുത്ത സമയത്തൊന്നും കേട്ടിട്ടുമില്ല, കണ്ടതുമില്ല. വിളക്ക് കത്തിപ്പ് എന്ന് പറയുന്നതിന് ഒരു സ്ഥാനമുണ്ട്. അത് വീട്ടിലായാൽ പോലും പൂജാമുറിക്കായാലും ഒരു സ്ഥാനമുണ്ട്. ഈ സ്ഥാനമില്ലാത്ത ആളുകൾക്കെല്ലാം സങ്കല്പം മാത്രം മതി. ഈ അസ്ഥാനത്ത് വെച്ച് വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ വെറുതെ ആവശ്യമില്ലാത്ത നെഗറ്റീവിനെ എല്ലാം പിടിച്ച് അതിനകത്ത് കയറ്റുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കന്നിമൂല ഭാഗങ്ങളിലെ വിളക്ക് കത്തിപ്പെല്ലാം മാറ്റുക. കിഴക്ക് വടക്ക് ഭാഗത്തായിട്ടാണ് അതായത് പ്രസ്ഥാനത്തോട്ട് അകത്തോട്ട് അഭിമുഖമായി എഴുന്നള്ളി വരുന്ന ദിശാസ്ഥിതി അനുസരിച്ചായിരിക്കണം വിളക്ക് കത്തിപ്പ് ചെയ്യേണ്ടത്. ഇറങ്ങി പോകുന്ന രീതിയിലല്ല, വന്ന് കയറുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ അതിൻ്റെ സ്ഥലം നിർണയിച്ച് അത് മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാവാത്ത വിധം അതിനൊരു കവറിങ് ചെയ്ത് കഴിയുന്നതും ഒരു ഒറ്റ പടം വെച്ച് വിളക്ക് കത്തിച്ച് പോവുക. പടം വെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അല്പജലവും ഒരു ദീപവും ഒരു ചന്ദനത്തിരിയും കത്തിച്ച് വെക്കത്തക്ക രീതിയിലുള്ള ഒരു സ്റ്റാൻഡ് പണിത് അതിനകത്ത് വെച്ച് വിളക്ക് കത്തിക്കുക. നമ്മൾ നിൽക്കുന്നതിൽ നിന്ന് നമ്മുടെ നേത്രത്തിൻ്റെ ഒരടി ഉയർന്ന് നിൽക്കണം. കാരണം നമ്മൾ താഴെ നിൽക്കണം, അവർ നമ്മളിൽ നിന്ന് ഉയർന്ന് നമ്മുടെ ശിരസിൽ അനുഗ്രഹം തരുന്ന ഭാവത്തോടു കൂടിയായിരിക്കണം ആ വിളക്ക് കത്തിപ്പ്. അതിൻ്റെ ചവിട്ടി തന്നെ കയറി ടേബിൾ വിട്ട് കയറി ഇരിക്കുകയും ചെയ്യരുത്. ആ നിന്ന് വിളക്ക് കത്തിക്കുന്ന ആ പൊസിഷനിൽ അങ്ങോട്ട് കയറാനും തിരിച്ച് ബാക്കിലോട്ട് ഇറങ്ങി മാറാനുമുള്ള സ്ഥലം വിട്ട് വേണം നമ്മൾ വിളക്ക് കത്തിക്കാനായിട്ട്. ഒരിക്കലും മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് നിർമ്മാല്യത്തിന് കിട്ടുന്ന മാല അല്ലെങ്കിൽ നിർമ്മാല്യ വസ്തുക്കൾ കൊണ്ടുവന്ന് നമ്മുടെ പ്രസ്ഥാനത്ത് വയ്ക്കുകയും ചെയ്യില്ല. നമ്മൾക്ക് അതിൽ നിന്ന് എന്തൊക്കെയോ ഐശ്വര്യങ്ങൾ കിട്ടുന്നെന്നുള്ളൊരു സങ്കല്പങ്ങളാണ്. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഒരാളുടെ ദോഷം മാറാൻ വേണ്ടി അവർ വാങ്ങിക്കൊടുക്കുന്ന ഒരു മാല, അവരത് പിടിച്ച് സർവ്വവിധ ശത്രുദോഷങ്ങളും വിട്ടുമാറി തരണേ ദേവി അല്ലെങ്കിൽ ദേവ എന്നും പറഞ്ഞുകൊണ്ട് ഈ മാല കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ കൊടുക്കുന്നത്. പിറ്റേ ദിവസം കുളിച്ച് തൊഴുതിട്ട് ചെയ്യുന്ന പരിപാടി എന്തുവാ? അവിടെ പോയി ഈ മാല സ്വീകരിച്ചുകൊണ്ട് ഇങ്ങ് പോരുക ചെയ്യുന്നത്. ഇത് മറ്റൊരാളുടെ ദോഷം മാറാൻ വേണ്ടി കൊടുത്തതാ. ഒരിക്കലും ഈ നിർമ്മാല്യ വസ്തുക്കളൊന്നും പോയി എടുത്തുകൊണ്ട് വന്ന്, അതേപോലെ വാഹനങ്ങളിലായാലും
ഉപയോഗിക്കാൻ പാടുള്ളതല്ല. നിങ്ങൾക്കങ്ങനെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ 2 മാല മേടിക്കണം. ഒന്ന് നിങ്ങൾ ആ ദേവനോ ദേവിക്കോ കൊടുക്കണം, തിരിച്ചൊന്ന് കൊടുത്ത് റിസീപ്റ്റ് എഴുതി പൂജിച്ച് മേടിച്ച് കൊണ്ടുവന്ന് ചേർത്തണം. മറ്റൊരാൾ സമർപ്പണം ചെയ്തത് അദ്ദേഹത്തിൻ്റെ ദോഷം മാറാൻ വേണ്ടി കൊടുത്തത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഭയഭക്തിയോടുകൂടി പോയി നിന്ന് തൊഴുതിട്ട് നെഗറ്റീവിനെയും കൊണ്ടാണ് ചെന്ന് കയറുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളുടെ ഈ വിളക്ക് കത്തിപ്പ് സംബന്ധമാകുന്ന സ്ഥലങ്ങളിലൊക്കെ അശുദ്ധമാക്കുക ചെയ്യുന്നത്. നമ്മളുടെ ശത്രുദോഷങ്ങൾ വരാനും ശത്രുദോഷങ്ങൾ ഉണ്ടാവാതിരിക്കാനും വേണ്ടി ഓരോ സന്ദർഭപരമായിട്ടുള്ള കണ്ണിന് ആകർഷണം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള സമ്പ്രദായങ്ങൾ വിളക്ക് കത്തിക്കുന്നിടത്ത് ഓരോന്നോരോന്ന് കാണിച്ചു വെക്കുന്നുണ്ട് ഓരോ ആളുകൾ. ഇതൊന്നും യഥാർത്ഥത്തിൽ ചെയ്താലൊന്നും ഒരു ദോഷവും പോത്തതുമില്ല, ദോഷം കൂടത്തതേ ഉള്ളൂ. അപ്പം നമ്മളുടെ മനസ്സിനകത്ത് ആദ്യം എടുക്കേണ്ട ഒരു ചിന്താഗതി, ഇന്ന് ഈ ലോകം അവസാനിക്കുന്നിടത്തോളവും കാലവും അസൂയയും കുശുമ്പും കുഞ്ഞാഴ്മയും ഇതിനൊന്നും ഒരു മരുന്നും കണ്ടുപിടിച്ചിട്ടുമില്ല, ഇതൊന്നും ഒരിക്കലും തീരത്തതുമില്ല. ദൈനംദിനമായി ഇതെല്ലാം ഊണിലും ഉറക്കത്തിലും ഓരോ മനുഷ്യരുടെ മനസ്സിൽ കൂടുന്നതല്ലാതെ കുറയുന്നില്ല. അപ്പം അങ്ങനെയുള്ള പല പല ദൃഷ്ടികൾ ഞാൻ അവരെയൊക്കെ വിശേഷിപ്പിക്കുന്ന നെഗറ്റീവ് എന്ന്. ഈ നെഗറ്റീവുകളൊക്കെ കയറി ഇറങ്ങി നമ്മുടെ ആരൂഢത്തിലായാലും നമ്മുടെ പ്രസ്ഥാനത്തിലായാലും വന്നു പോയാൽ അവർക്ക് കണ്ണിന് ഇമ്പമുണ്ടാവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്തു വെക്കാൻ പാടില്ല. ചില ആളുകൾ പട്ട് പൊതിഞ്ഞ് കൊണ്ടുവന്ന് വെക്കാറുണ്ട്, ചില കുമ്പളങ്ങ കൊണ്ടുവന്ന് കെട്ടിത്തൂക്കി ഈ പൂജ ചെയ്യുന്നിടത്ത്. അല്ലാതൊക്കെ നമുക്ക് ചെയ്യാം, ഓരോരോ ആവശ്യങ്ങൾക്ക്. കുശുമാണ്ട പൂജയെന്നും പറഞ്ഞൊരു പൂജയുണ്ട്, അത് കുമ്പളങ്ങയ്ക്കകത്താണ് നമ്മൾ കുരുതി ചെയ്ത് നിറച്ച് കൊണ്ടുവന്ന് ചെയ്യുന്നത്. അതൊക്കെ വേറെ സമ്പ്രദായങ്ങളാണ്. ചിലർ മുളയുടെ കുറ്റി കൊണ്ടുവന്ന് പിന്നീട് വെച്ച് കിളിപ്പിച്ചത് കൊണ്ടുവന്ന് വെക്കും. ചില ആളുകൾ വേറെ ചില ആവശ്യമില്ലാത്ത ഇങ്ങനെ ഓരോന്നോരോ, ഇതിൻ്റെ ഒന്നും ഒരാവശ്യവും ഇല്ല. നമ്മൾ നിത്യവും നമ്മുടെ പ്രസ്ഥാനത്തിന് ഒരു ഐശ്വര്യം ഉണ്ടാവണം, അവിടുത്തെ തൊഴിലാളികൾക്ക് നല്ല ബോധത്തോടുകൂടി നിന്ന് ഒരു ജോലി ചെയ്യണം, അവർക്ക് നിത്യവും ജോലി കൊടുക്കാനുള്ളൊരു കഴിവും ഒരു അനുഗ്രഹവും നമുക്ക് ദൈവം തരണം. നമ്മളുടെ ആ ഒരു എളിമയും നമ്മൾ അവരെ വൃത്തിയായിട്ട് അവിടെ ഒന്ന് സംരക്ഷിച്ച് നോക്കി, അതുകൊണ്ടുള്ള ഗുണഗതി നമുക്കുണ്ടാവും. കാരണം അവർക്ക് ഇരിക്കേണ്ട യഥാർത്ഥ സ്ഥാനത്ത് അവരെ ഇരുത്തിയാലേ അവരവിടെ ഇരിക്കത്തുള്ളൂ. ഇത് അസ്ഥാനത്ത് കൊണ്ടുപോയി അലങ്കാരപരമായിട്ടുള്ള രീതിയിൽ വെച്ച് വിളക്ക് കത്തിക്കുക, നാട്ടിലുള്ള എല്ലാ അമ്പലങ്ങളിലും രാവിലെ ചെന്ന് കയറി അവിടുന്ന് എല്ലാ മാലയും വരിക്കൊണ്ടുവന്ന് ഇവിടെ ഇടുക, ഏറ്റവും അവസാനം വരുന്നതിൻ്റെയും പോകുന്നതിൻ്റെ എല്ലാം ദോഷങ്ങളാണ് കൊണ്ടുവന്ന് വെച്ച് പൂജിക്കുന്നത്. നമ്മളവിടെ ലുപ്തം നോക്കിയിട്ട് കാര്യമില്ല, അവിടെ സാമ്പത്തികം നോക്കിയിട്ടും കാര്യമില്ല. അപ്പോൾ ഐശ്വര്യം വരണമെന്നുണ്ടെങ്കിൽ സാമ്പത്തികം ചിലവാക്കി ഈശ്വരന്മാരെ പൂജിക്കുക, അതിൻ്റെ യുക്തിനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുക. ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല എന്നുള്ളതേ ഉള്ളൂ. ഒരു കാര്യം നമ്മൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പോകരുത്. കൃത്യനിഷ്ഠപരമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളത് കൃത്യമായിട്ടൊന്ന് ചെയ്തു നോക്കി, അതിൻ്റേതായിട്ടുള്ളൊരു ഐശ്വര്യം നിങ്ങൾക്ക് ദീർഘനാളുണ്ടായിരിക്കും. ഒരു വിഷമതകളും ഉണ്ടാവത്തില്ല. ഈ വിഷമങ്ങൾ കേൾക്കണമെങ്കിൽ പോലും അവർക്ക് ആ ചൈതന്യം ഒന്ന് വന്നിരിക്കണമെങ്കിൽ പോലും നമ്മുടെയൊക്കെ സങ്കല്പമാണ് വരുന്നതെന്ന്. അപ്പോൾ ആ വരുന്ന ചൈതന്യത്തിന് പോലും വഴി നമ്മൾ ഒരുക്കി കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ആ തടസ്സഗതികൾ ഉണ്ടാക്കി വെക്കുകയും തടസ്സങ്ങൾക്കിടയിൽ കൊണ്ടുവന്ന് വെച്ച് അവർക്ക് ഒരു സ്ഥാനം കൊടുത്താൽ അവരാരും അതിൽ വരുത്തുമില്ല, അതുകൊണ്ട് നമുക്ക് ഗുണമുണ്ടാവത്തുമില്ല. നമ്മൾ എത്ര ഹൈ ലെവലായിട്ട് മുമ്പോട്ട് പോയാലും ഈ അസ്ഥാനത്ത് കൊണ്ടുവന്ന് വെച്ച് ചെയ്യുന്നതിൻ്റെ ഫലം നേരെ താഴോട്ട് പോരുകയും ചെയ്യും. അതോടുകൂടി ഒരു തീരുമാനമെടുക്കും, ഇതൊക്കെ വെറുതെ ആയിപ്പോയി, ഇതിൻ്റെ ഒന്നൊരു കാര്യമില്ല. ഇതൊന്നും അല്ല, സ്ഥാനങ്ങളുണ്ട്, അത് കൈകാര്യം ചെയ്യുന്ന ആളുകളെ വിളിച്ച് കാണിപ്പിച്ച്
അതിൻ്റെ കണക്കും കാര്യങ്ങളും ചോദിച്ചതിന് ശേഷം അതിൻ്റെ ഉചിതമാവുന്ന രീതിയിൽ ചെയ്തു നോക്ക്. എല്ലാ പ്രസ്ഥാനങ്ങൾക്കും അതിൻ്റേതായിട്ടുള്ള ഐശ്വര്യം ഉണ്ടാവും, ഗൃഹത്തിലും അതിൻ്റേതായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, ഐശ്വര്യമായിട്ട് മുമ്പോട്ട് പോകാനും പറ്റും. അപ്പം എല്ലാ ഈശ്വര ദേവന്മാരുടെ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി നോക്ക്. അപ്പോൾ അതിന് ശേഷം അതിനൊരു മാറ്റഗതി വരുത്തി ചെയ്തു നോക്ക്. അപ്പോഴതിൻ്റെ ആ ഒരു പൊരുൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും.